Welcome to the online section of Plus 2 Physics. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആദ്യത്തെ ചാപ്റ്റർ ആയ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഫീൽഡ് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന പോർഷൻ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യത്തെ പോർഷൻ ആദ്യത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ക്ലാസ് നല്ല തറവായിട്ട് പഠിക്കുകയും അതിൽ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിലേക്ക് കടക്കാനും ഇതിലെ വരുന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഭാഗം, അതിന്റെ ഡെഫിനിഷൻ, അതുമായിട്ട് വരുന്ന ഡെറിവേഷൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. മൂന്നാമതായിട്ട് വരുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ, അതൊക്കെയാണ് മൂന്നാമത്തെ ഭാഗത്തിൽ വരുന്നത്. നാലാമത്തെ ഭാഗത്തിൽ വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എളുപ്പത്തിൽ പഠിച്ചു പോകാൻ സാധിക്കും. നിങ്ങൾ ആദ്യത്തെ ഭാഗം ഈസി ആയിട്ട് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഭാഗം. യെസ്, അപ്പൊ നമുക്ക് ചാപ്റ്റർ ടൈറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് അല്ലെ, ഒരു ചാർജിന് ചുറ്റും അതിന്റെ എഫക്ട് അനുഭവപ്പെടുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിന്റെ അതിൽ നല്ല ഡെഫിനിഷൻ ആയിരിക്കും നിങ്ങൾക്ക് അറിയാണ്ടാവും, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡ്, അതിൽ അനുഭവപ്പെടുന്ന ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതിന് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്താണ് ഞാൻ ഇതിലേക്ക് കടക്കുന്നത് കേട്ടോ. നോക്കുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതാണ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചാർജ് അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് പോസിറ്റീവ് ചാർജസ് ആണ്, ഫുൾ ആയിട്ട് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ സർക്കിൾ ചെയ്തിട്ട് ഒരു ചെറിയ ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു ചാർജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് രണ്ടും മാത്രം കണ്ടാൽ മതി കേട്ടോ. ഒരു പ്ലേറ്റിൽ ഒരു പോസിറ്റീവ് ചാർജിൽ ഒരു പ്ലേറ്റ് ഉണ്ട്, ഒരു ടെസ്റ്റ് ചാർജ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ അതിന് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. Q എന്ന് പറഞ്ഞ പേര് കൊടുക്കും. ഈ Q എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജിനെ ഞാൻ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ലൈക്ക് ചാർജസ് ഓൾവേസ് റിപ്പൽ ഈച്ച് അതർ അല്ലെ. അത് എപ്പോഴും റിപ്പൽ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പോസിറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എല്ലായ്പ്പോഴും അത് റിപ്പൽ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോഴ്സ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. അപ്പൊ ഈസി ആയിട്ട് അതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അല്ലെ. ഓക്കെ, നോക്കൂ, അത് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തത്? ഈ പോസിറ്റീവ് ചാർജ്, പ്ലേറ്റിലുള്ള പോസിറ്റീവ് ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സസ്, അതിന്റെ ഡയറക്ഷൻ നോക്കിക്കേ നിങ്ങൾ. ഈ പോസിറ്റീവ് ചാർജ് ഞാൻ കൊണ്ടുപോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സസിന്റെ ഡയറക്ഷൻ. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിനെ ഇവിടുത്തെ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എളുപ്പമല്ല അല്ലെ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കണം. ഈ പോസിറ്റീവ് ചാർജിനെ ഈ പ്ലേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കണം അല്ലെ. ഫോഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സാധനത്തിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്ന് പറയാൻ അതിന്റെ അർത്ഥം എന്താ? നമ്മളൊരു വർക്ക് ചെയ്യുന്നു എന്നല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു ടെസ്റ്റ് ചാർജിനെ ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡ് എവിടെയെങ്കിലും മൂവ് ചെയ്യിക്കണമെങ്കിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഞാനൊരു വർക്ക് ചെയ്യണം അല്ലേ. യെസ്, ആ വർക്ക് എങ്ങനെയാണ്? ഒരു പോസിറ്റീവ് ചാർജിനെ അല്ലെങ്കിൽ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം വർക്ക് ചെയ്യണോ ആ വർക്കിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഞാൻ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നിങ്ങൾ NCERT ഡെഫിനിഷൻ പ്രകാരം ഒന്ന് പറയാവേ. ഒന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ അകത്തുള്ള ഒരു പോയിന്റ് ആണ് A എന്ന് പറയുന്നത്. അപ്പൊ A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് എന്ന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഞാൻ പറയുന്നത്, ഒരു പോസിറ്റീവ് ചാർജിനെ, ഞാൻ ഏതെങ്കിലും ഒരു ചാർജ് എടുക്കാം, ഒന്നുകിൽ നമുക്ക് നെഗറ്റീവ് എടുക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് എടുക്കാം. ഇവിടെ ഉള്ളത് ഇപ്പോ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്ലേറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ പറയുന്നു മാത്രം. ഈ A എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഈ രീതിയിൽ പറയാവുന്നതാണ്. നോക്കുക,
A എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ the work done in bringing a unit positive charge from infinity to that point against the electrostatic force എന്നാണ് നിങ്ങളുടെ NCERT definition. ഓക്കേ, ഞാൻ ഒന്നുകൂടെ പറയാവേ, ആ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. നോക്കുക, A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഈ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ the work done in bringing a unit positive charge from infinity to that point against the electrostatic force എന്നാണ് പറയുന്നത്. ഓക്കേ, അതാണ് ഡെഫിനിഷൻ. ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരിക. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഏതാ സ്ഥലം? യെസ്, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്ത ഒരു പോയിന്റ് എവിടെയെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പൊ ഉറപ്പായിട്ടും ഇവിടുന്ന് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ആ ഫോഴ്സ് നമ്മൾ ഈ കൊണ്ടുവരുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ എപ്പോഴും ഒരു ഫോഴ്സ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ ഫോഴ്സിനെ മറികടന്നുകൊണ്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ A എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കാൻ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യണോ ആ വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇത് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ, ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാതെ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ ഉടനീളം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. A എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ the work done in bringing a unit positive charge from infinity to that point against the electrostatic force. Is it clear? നോക്കുക, B എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഈ ഇലക്ട്രിക് ഫീൽഡിൽ തന്നെ B എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. എങ്ങനെയാ പറയാ? B എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാ പറയാ? It is the work done in bringing a unit positive charge from infinity to that point B against the electrostatic force. ഇവിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രമാത്രം വർക്ക് ചെയ്യുന്നോ ആ വർക്ക് ചെയ്യുന്നതിനെയാണ് ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ? യെസ്, ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് പറഞ്ഞു. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിനെ ഏത് ലെറ്റർ കൊണ്ടായിരുന്നു ഡിനോട്ട് ചെയ്യാം? യെസ്, അത് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ E എന്ന് പറയുന്ന ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ക്യാപിറ്റൽ E ആണ് ഉപയോഗിക്കുന്നത്. ചാർജിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? കണ്ടു നിങ്ങൾ, Q ആണ് ഉപയോഗിക്കുക, അല്ലെ? സ്മോൾ q ആണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ V ആണ്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അല്ലേ? The work done in bringing a unit positive charge from infinity to that particular point. ആ particular point എന്ന് പറയുന്നത് നമ്മൾ ഏത് പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണോ കാണാൻ ശ്രമിക്കുന്നത് ആ പോയിന്റിനാണ് പറയുന്നത്, കേട്ടോ. Against that electrostatic force എന്നാണ് പറയുന്നത്. അവിടെയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ എത്രമാത്രം വർക്ക് ചെയ്യണോ ആ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ ഫസ്റ്റ് സെക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നോക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് കൊണ്ട് അവിടെ നോക്കും, ഒരു പ്ലസ് ക്യൂ പോയിന്റ് ചാർജ് ആണ്, അല്ലെ? നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഒരു പ്ലേറ്റ് ആയിരുന്നു. അതിൽ കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ചാർജ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത ഒരു പ്ലേറ്റ് ആയിരുന്നു പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഒരു പോയിന്റ് ചാർജ് ആണ്. ആ പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഏത് പോയിന്റില്? A എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം നമുക്ക്, അല്ലെ? അപ്പൊ A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് ഡെറിവേഷൻ ആയിട്ട് വരുന്നത്. നോക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ, A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലെ? ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റ് ചാർജിനെ കൊണ്ടുവരണം. എങ്ങോട്ടേക്ക് കൊണ്ടുവരണം? A എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം. ആ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നോ ആ വർക്ക് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ തിയറിയുടെ ബേസിൽ തന്നെയാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, കേട്ടോ. നോക്കുക, ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാനൊരു പോയിന്റ് ചാർജിനെ കൊണ്ടുവരും. ഇൻഫിനിറ്റി ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സിമ്പിൾ. നോക്കുക, ഇൻഫിനിറ്റി എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ സിസ്റ്റം ആണ്, അതാണ് ഇൻഫിനിറ്റി എന്ന് കാണിച്ചിട്ടുള്ളത്. നോക്കുക, ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാനൊരു ചാർജിനെ കൊണ്ടുവരാം. ആ കൊണ്ടുവരുന്ന ഡയറക്ഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. നോക്കുക, ആക്സിയൽ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് എയിലേക്ക് എത്തിക്കാൻ
ചെയ്യാൻ ഞാൻ എത്രമാത്രം വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. നോക്കൂ, അപ്പൊ നമുക്ക് ഇത് മൊത്തത്തിൽ കണ്ടുപിടിക്കുക. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ ഇതിലൂടെ മൊത്തമായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ dx എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പ് എടുക്കും. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ പോർഷനിൽ ഈ ചാർജിനെ, ഈ ഇൻഫിനിറ്റി എന്ന് കൊണ്ടുവരുന്ന ചാർജിനെ dx എന്ന് പറയുന്ന പോർഷനിലൂടെ മൂവ് ചെയ്യിക്കാൻ, dx എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്, dx എന്ന് പറയുന്ന പോർഷനിലൂടെ മൂവ് ചെയ്യിക്കാൻ എനിക്ക് എത്രമാത്രം വർക്ക് ചെയ്യേണ്ടി വന്നു എന്ന് ഞാൻ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലെ. ഇന്റഗ്രേഷൻ എന്താണെന്ന് എനിക്ക് അറിയാം. ഓക്കെ, സമ്മേഷൻ ആണ് അല്ലെ. നമ്മൾ മൊത്തത്തിൽ എത്രയാവും കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്റഗ്രേഷൻ ആണ് ചെയ്യാറുള്ളത്. അപ്പൊ dx എന്ന് പറയുന്ന പോർഷനിൽ എത്രമാത്രം വർക്ക് ചെയ്തു എന്ന് ഞാൻ കണ്ടുപിടിച്ച് വെക്കും. എന്നിട്ട് ഞാൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടില്ലേ. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടില്ലേ. യെസ്, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. dx എന്ന് പറയുന്ന പോർഷനിൽ അല്ലെങ്കിൽ dx എന്ന് പറയുന്ന പോർഷനിലൂടെ ഇവിടുന്ന് കൊണ്ടുവന്ന ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ഞാൻ എത്രമാത്രം വർക്ക് ചെയ്തു എന്ന് നോക്കാം. ആ വർക്ക് ചെയ്തതിനെ ഞാൻ dw എന്നാണ് മാർക്ക് ചെയ്യുന്നത്. എന്താണ് dw എന്ന് മാർക്ക് ചെയ്യാൻ കാരണം? w എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ആണെന്ന് വിചാരിക്കാം. dw ചെറിയ പോർഷൻ അല്ലേ. അപ്പൊ ഞാൻ dw എന്ന് മാർക്ക് ചെയ്തു. dw is equal to നമുക്കറിയാം work done is equal to force into displacement ആണ് അല്ലേ. അപ്പൊ ഫോഴ്സ് F എന്ന് കൊടുത്തു, dx ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുത്തു. അപ്പൊ F dot dx. ഓക്കേ, ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്ത് നോക്കുക. F dot dx is equal to F dx cos theta അല്ലേ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സ്, എത്രമാത്രം ഫോഴ്സ് കൊടുക്കണം എനിക്ക് ഇവിടുന്ന് കൊണ്ടുവരുന്ന ചാർജിനെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ? ആ പോസിറ്റീവ് ചാർജിൽ നിന്നും എത്രമാത്രം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വരുന്നുണ്ടോ അത്രയും തന്നെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ഫോഴ്സ് എനിക്ക് അങ്ങോട്ടേക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ ഇവിടുന്ന് ഒരു ഫോഴ്സ്, നന്നായിട്ട് ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതിനേക്കാൾ കൂടുതൽ കൊടുക്കണം. അപ്പൊ ഇവിടെ എത്രമാത്രം വരുന്ന എമൗണ്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് വരുന്ന ഒരു ഫോഴ്സ് അല്ലെ, ഇവിടുന്ന് ഫോഴ്സ് വരികയും നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്, ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്ക് ഉണ്ടാവുന്നത്? ആ ഭാഗത്തേക്കല്ലേ. ഈ ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സ് വരുന്നത് ഈ ഡയറക്ഷനില്. ശ്രദ്ധിച്ചേക്കണേ, ഈ ചാർജ് കൊണ്ട് വരുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ ഫോഴ്സ് വരുന്നത് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചാർജ് മൂവ് ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചാർജിനെ മൂവ് ചെയ്യിക്കുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് ഏത് ഡയറക്ഷനിലാണ്? അങ്ങോട്ടേക്കാണ്. അപ്പൊ ഫോഴ്സ് ഈ ഡയറക്ഷനില്, ഡിസ്പ്ലേസ്മെന്റ് ആ ഡയറക്ഷൻ. നോക്കുക, നമ്മുടെ കയ്യിലുള്ള പ്ലസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് അല്ലെ, ടുവേർഡ്സ് ദ റൈറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചാർജ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കല്ല മൂവ് ചെയ്യുന്നത്, അപ്പൊ ആ ഡയറക്ഷനിലാണ്. അപ്പൊ ഫോഴ്സ് ഈ ഡയറക്ഷനില്, ഡിസ്പ്ലേസ്മെന്റ് ആ ഡയറക്ഷൻ. എത്ര രണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ? ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രി ആണ്. അതാണ് ഞാൻ തീറ്റയ്ക്ക് പകരം കൊടുത്തിട്ടുള്ളത് 180 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുള്ളത്. യെസ്, അപ്പൊ F dx cos 180 എന്നായി. cos 180 ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ യെസ്, അങ്ങനെയാണ് ഇത് മാറ്റി എഴുതി നോക്കുക. dw is equal to -1 F dx എന്നാവും. that is minus F dx. നോക്കൂ, dw is equal to minus F dx. നോക്കുക, cos 180 ന്റെ വാല്യൂ കൊടുത്തതാണ്. നോക്കൂ, ക്ലിയർ ആണ് വിചാരിക്കുന്നു. dw is equal to minus F dx. ഇനി ഒന്നും ഇങ്ങോട്ടേക്ക് ഇല്ല. dw is equal to minus F dx ഈ ഇക്വേഷൻ ഇവിടേക്ക് ഇല്ല. നോക്കി, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ചാപ്റ്ററിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൊളംസിലൊക്കെ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. അതല്ലാതെ സിമ്പിൾ ഇക്വേഷൻ ആയിട്ട് പഠിച്ച ഓർമ്മയുണ്ടോ? E is equal to F by Q എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് F by Q എന്ന് പഠിച്ച ഓർമ്മയുണ്ട് അല്ലേ. അപ്പൊ E is equal to F by Q അല്ലെങ്കിൽ F is equal to E into Q. ഈ Q നെ അടുത്ത് പതി കൊണ്ടുവരാം. അപ്പൊ F is equal to E into Q എന്നായില്ലേ. ഓക്കെ, നോക്കാം. അപ്പൊ ഈ F ന് പകരം എന്ത് കൊടുക്കാം? E into Q എന്ന് കൊടുക്കാം. അതാണ് ഞാൻ F dx F ന് പകരം E into Q എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ Q നോട്ട് എന്ന് നമ്മളൊരു ടെസ്റ്റ് ചാർജ്, യൂണിറ്റ് ചാർജ് ആയതുകൊണ്ടാണ് Q നോട്ട് എന്ന് കൊടുത്തത് കേട്ടോ. NCERT നൊട്ടേഷൻ Q നോട്ട് ആണ്, അതുകൊണ്ടാണ് Q നോട്ട് എന്ന് കൊടുത്തത്. Q എഴുതിയിട്ട് കണ്ടില്ലേ, അതാണ് Q നോട്ട് എന്ന് കൊടുത്തത്. ചുമ്മാ കൊടുത്താണ് Q എന്ന് മാത്രം എടുത്താൽ മതിയായിരുന്നു. പക്ഷെ NCERT നൊട്ടേഷൻ അതായതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. E Q naught dx. dw is equal to minus E Q naught dx. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ dx എന്ന് പറയുന്ന സ്ട്രിപ്പിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര മാത്രം വർക്ക് ചെയ്യണം? മൈനസ് E Q naught dx അത്രയും നമ്മൾ വർക്ക് ചെയ്യണം. ഈ ഇൻഫിനിറ്റിയിൽ കൊണ്ടുവരുന്ന ചാർജിനെ ഈ സ്ട്രിപ്പിലൂടെ മൂവ് ചെയ്യണം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതല്ല വേണ്ടത് അല്ലേ. നമുക്ക് ഇൻഫിനിറ്റിയിൽ A എത്തിക്കാൻ എത്ര മാത്രം വർക്ക് ചെയ്യണം? ഇത്രയും പോർഷൻ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ നമുക്ക് കിട്ടി. ഇനി ഇത്രയും പോർഷനിൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി.
അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ dw is equal to minus pq naught dx എന്ന് പറയുന്ന ആ ഇക്വേഷനെ ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പോവാണ്. അങ്ങനെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടും. ഇപ്പൊ കണ്ടതാണ് ആ സ്ട്രിപ്പിലൂടെ നമുക്ക് ആ ഇൻഫിനിറ്റിയിൽ കൊണ്ടുവരുന്ന ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടിരുന്ന വർക്ക് ഡൺ dw is equal to minus pq naught dx ആണ്. നമ്മൾ എത്ര നേരം കണ്ടുപിടിച്ചു വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇതല്ല, ഇൻഫിനിറ്റിയിൽ നിന്ന് നമുക്ക് എവിടെ എത്തിക്കണം ചാർജിനെ? ആ പോയിന്റ് എ എത്തിക്കണം ചാർജിനെ. അപ്പൊ നമ്മൾ അത്രയും ചെയ്യേണ്ട വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിച്ചാലേ ഉള്ളൂ ആ പോയിന്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് +2 സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ +2 കൂടുതൽ ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന പോർഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലാതെ വരും. അത് മാത്സും കൂടി പഠിക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് വന്നോളും. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കാണാതെ ബൈഹാർട്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. പിന്നീട് അത് ക്ലിയർ ആയിക്കോളും കേട്ടോ. നോക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. -eq naught dx നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ക്ക് പകരം നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. ഇലക്ട്രിക് ഫീൽഡിന് പകരം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 1/4πε0 q/x² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇത് നമ്മൾ ഈ ക്ക് പകരം നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുകയാണ്. നോക്കിയാൽ നോക്കിയാൽ -1/4πε മൈനസ് ഒക്കെ ഇവിടെ ഉള്ളതാണ്. -4πε0 q/x². പിന്നെ ആരുണ്ട്? നമ്മുടെ കയ്യിലുള്ള q0 ഉണ്ട് അല്ലേ? ആ q0നെയും അവിടെ കൊടുത്തു. ഓക്കേ അല്ലേ? ആ ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. നോക്കിയേ, 1/4πε0 q0 നെ മാത്രം അവിടെ വെച്ചു. ഇവിടെ ഒരു 1/x² അല്ലേ, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ x² അല്ലേ? ആ x² നെ മാത്രമാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ എന്തായിരിക്കും കാരണം? ഈ q നെ q0 ഞാൻ എന്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തില്ല? അല്ലെങ്കിൽ 1/4πε0 ഞാൻ എന്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തില്ല? നോക്കിയാൽ നിങ്ങൾ ഇന്റഗ്രേഷൻ ഇവിടെ അറിയുന്നത് ഇൻഫിനിറ്റി ടു r ആണ് പറയാവേ. ഓക്കേ, ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 1/x² നെ മാത്രമാണ്. എന്തുകൊണ്ട് ഞാൻ 1/4πε0 q0 നെ ഇന്റഗ്രേറ്റ് ചെയ്തില്ല? 1/4πε0 ഒരു കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അല്ലെങ്കിൽ അതൊരു വാല്യൂ ആണ്. q0 നോക്കിയാൽ ചാർജ് ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? ചാർജ് കുറച്ച് സമയം കഴിയുമ്പോൾ മാറും. അല്ലെങ്കിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ സിസ്റ്റം അവസാനിക്കുന്നവരെ, അല്ലെങ്കിൽ പ്രോസസ് അവസാനിക്കുന്നവരെ അത് തന്നെയാണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആര് മാത്രമേ മാറുന്നുള്ളൂ? എക്സ് മാത്രമേ മാറുന്നുള്ളൂ. എന്തായിരുന്നു എക്സ് എന്ന് ഓർമ്മയുണ്ടോ? ആ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ചാർജിനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അത് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതാണ് ഞാൻ ആരെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? എക്സ് ഉള്ള ടേമിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സ് ഇവിടെ ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ടാണ് 1/x² എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കാം, ഒരു സാധനം കൂടെ ഇത് പരിചയമില്ലാത്ത കാണാം. ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r എന്നാണ് പറയുന്നത്. എന്താ ഇൻഫിനിറ്റി ടു r? ഇന്റഗ്രലിന്റെ റേഞ്ച് ആണ്. നമ്മൾ ചാർജ് എവിടുന്നാണ് കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റി എന്നാണ് കൊണ്ടുവരുന്നത്. നോക്കി, എവിടെ വരെയാണ് കൊണ്ടുവരുന്നത്? എ എന്ന് പറയുന്ന പോയിന്റ് വരെയല്ലേ കൊണ്ടുവരുന്നത്? എ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ സോഴ്സിന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്, അല്ലെങ്കിൽ എത്ര ദൂരം അകലെയാണ്? r അല്ലെ, r യൂണിറ്റ് അകലെയാണ്. അതാണ് ഞാൻ ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r എന്ന് കൊടുത്തത്. ഒന്നുകൂടെ പറയാവേ, ചാർജ് കൊണ്ടുവരുന്നത് ഇൻഫിനിറ്റി എന്നാണ്. ഈ r എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് നമ്മളെ കണ്ടുപിടിക്കേണ്ട പോയിന്റ് ആയ എ, r ദൂരം അകലെയാണ്. ക്ലിയർ അല്ലേ? അതാണ് ഈ റേഞ്ച് ഇൻഫിനിറ്റി ടു r എടുത്തിട്ടുള്ളത്. മനസ്സിലായി വിചാരിക്കും. ഇനി ഞാൻ 1/x² നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ അതുപോലെ തന്നെ എഴുതി -1/4πε0 q0 അതുപോലെ തന്നെ എഴുതി. ഇന്റഗ്രേറ്റ് ചെയ്ത് 1/x² ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് -1/x ആണ്. ഓക്കെ, അതിന്റെ റേഞ്ച് കൊടുത്തു ഇൻഫിനിറ്റി ടു r ആണ്. ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരുപാട് പ്രയാസപ്പെട്ട ആവശ്യമില്ല. +2 ഇന്റഗ്രേഷൻ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതോട് കൂടി അത് ക്ലിയർ ആയിക്കോളും. ഇതിന്റെ റേഞ്ച് ഇൻഫിനിറ്റി മാറുകയാണ്. അത് നമ്മൾ അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇതിലെ വേരിയബിൾ ഏതാ? എക്സ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം നമ്മളൊന്ന് കേട്ടിരിക്കുക. ഇതിലെ വേരിയബിൾ ഏതാ? മാറിക്കൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റി ഏതാ? എക്സ് അല്ലേ? എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, എന്ന് പറഞ്ഞാൽ r കൊടുക്കുക. അപ്പൊ എന്തായി? -1/r എന്നായി. ഓക്കെ, ദെൻ വീണ്ടും മൈനസ്, അപ്പർ ലിമിറ്റ് കൊടുത്തതിന് ശേഷം മൈനസ് ചെയ്യാം. എന്നിട്ട് ലോവർ ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് എന്താവും? 1/∞ എന്നാവും. ഓക്കെ, എന്ന് പറഞ്ഞാൽ -1/r -1/∞ എന്നാവും. 1/∞ ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് r മാത്രം ബാക്കിയാവും, -1/r മാത്രം ബാക്കിയാവും. ഈ -1/r ഇവിടെ ഉള്ള ഒരു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് മാറും. അതാണ് ഇവിടെ ലാസ്റ്റ് വരുന്നത്. W is equal to total work done. W is equal to ആ നെഗറ്റീവ് നെഗറ്റീവ് കൂടെ പോസിറ്റീവ് ആയ 1/4πε0 q
QQ0 into 1 by R എന്ന് പറഞ്ഞാൽ QQ0 divided by R. ഇതാണ് burden, total burden to bring the charge from infinity to the point A. ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഭാഗത്ത് അത് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് അതൊന്നൊരു മാത്സ് ടീച്ചറായിട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. ഇതിപ്പോ തൽക്കാലം ഒരു ബൈ ഹാർട്ട് ചെയ്യുന്ന പോലെ ഈ സ്റ്റെപ്പ് നേരെ ഈ സ്റ്റെപ്പിലേക്ക് വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ നേരെ ഇക്വേഷനിലേക്ക് വന്നാൽ മതി. W is equal to the work done is equal to 1 by 4 pi epsilon 0 Q Q0 divided by R എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഓക്കേ, ഇനി ഞാൻ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞ ഡെഫിനിഷൻ ഓർമ്മയില്ലേ? The work done per unit charge എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ സെന്റൻസ് ഓർമ്മയുണ്ടോ അറിയില്ല. Work done per unit charge, okay, in bringing a particular charge from infinity to the point എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ work done per unit charge ആണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ആ യൂണിറ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓർത്ത് വെക്കുക. work done per unit charge ആണ്. ഓരോ യൂണിറ്റ് ചാർജിന്റെയും കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ work done per unit charge ആണ് എന്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ work done ഇവിടെ കിട്ടി, per unit charge ഇവിടെ കൊടുക്കുകയാണ് അല്ലേ? നമുക്ക് ഈ ഇക്വേഷൻ വീണ്ടും മാറ്റുന്നു. 1 by 4 pi epsilon 0 QQ0 divided by Q0 into R. ഓക്കേ, Q0 എന്ന് പറയുന്നത് നമ്മൾ ആ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് പറയണേ Q0 എന്ന് കൊടുത്തിട്ടുള്ളത്. then Q0 and Q0 ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി ആവുന്നത് ആരാണ്? V is equal to 1 by 4 pi epsilon 0 Q by R. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at the point A. ഓക്കേ അല്ലേ? ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള കൂളംസ് ലോയിൽ പഠിച്ച ഇക്വേഷൻ ആയിട്ടും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആയിട്ടൊക്കെ പെട്ടെന്ന് മാറിപ്പോവാം. Q by x square Q0 by x square എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഇക്വേഷൻ ആണ്. ഇവിടെ ഡിനോമിനേറ്ററിൽ സ്ക്വയർ ഇല്ല. ഓക്കേ, 1 by 4 pi epsilon 0 Q by R, that's all. ഓക്കേ, V is equal to 1 by 4 pi epsilon 0 Q by R. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at the point A due to the point charge. Yes, that's all about today's section. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ഡെറിവേഷൻസും ഇതിന്റെ ബാക്കി പോർഷൻസും ആയിട്ട് ഞാൻ നിങ്ങളെ അടുത്ത സെക്ഷനിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും.